ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2023 മോഡൽ പോർഷയാണ്. പോർഷയുടെ GT ആണ്. അപ്പോൾ ഈ വാഹനത്തിൽ എല്ലാ എയർ ബാഗും പൊട്ടിയിട്ടുണ്ട്. ഇതൊരു ആക്സിഡൻ്റ് ആയിട്ട് വന്ന വണ്ടിയാണ്. ഇത് കണ്ടില്ല, നിങ്ങൾക്ക് സ്റ്റിയറിംഗിൽ എയർ ബാഗും സൈഡ് എയർ ബാഗും സീറ്റ് എയർ ബാഗും എല്ലാം തന്നെ പൊട്ടിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ആക്സിഡൻറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇത് കണ്ടല്ലോ, സൈഡ് എയർ ബാഗ് ഫുള്ള് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വണ്ടി അതേമാതിരി തന്നെ സ്റ്റാർട്ടിങ്ങും അല്ല. ഇതൊരു മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇതിപ്പം വണ്ടി സ്റ്റാർട്ടിങ്ങും ആവുന്നില്ല. അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് എയർ ബാഗ് പൊട്ടിയ കാരണം ക്രാഷ് സെൻസറിൻ്റെ DTCയും കാര്യം എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ലൊക്കേഷൻ വരുന്ന വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ്. ഫ്രണ്ട് ഭാഗത്ത് നിങ്ങൾ ഇതിൻ്റെ മുകളിലായിട്ടൊരു കവർ വരുന്നുണ്ട്. ആ കവർ ഊരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ബാറ്ററി കാണാം. അതേമാതിരി തന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്ന ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. നോർമൽ AGM ബാറ്ററി അല്ല. ലിഥിയം അയൺ ബാറ്ററി എന്ന് പറയുന്നത് വളരെ വെയിറ്റ് കുറഞ്ഞൊരു ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അതുകൂടാതെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ വല്ല ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുധീഷാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അണ്ടർ കവറും കാര്യങ്ങളെല്ലാം അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിനും ഗിയർ ബോക്സെല്ലാം തന്നെ റിയർ സൈഡിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 6 സിലിണ്ടർ ബോക്സ് ടൈപ്പ് എഞ്ചിൻ തന്നെയാണ്. നോർമൽ പോർഷെ വാഹനങ്ങളിൽ ഉള്ളതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ അത്യാവശ്യം ഇതിൻ്റെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു നോയ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സോസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ടർബോ ഒന്നും കൊടുത്തിട്ടില്ല. അതേമാതിരി തന്നെ ഇതിന് ഫ്ലാപ്പ് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ ഒരു അത്യാവശ്യം നല്ലൊരു പവർഫുൾ എഞ്ചിൻ തന്നെയാണ് എന്ന് നമുക്ക് വേണം വിശേഷിപ്പിക്കാം. അപ്പോൾ അതുകൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ബ്രേക്ക് ഡിസ്കും അതേപോലെയുള്ള റേസിംഗ് കാറിന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക് ഡിസ്കും കാര്യങ്ങളും തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ബ്രേക്ക് ഡിസ്ക് എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് അതിൻ്റെ ഡിസൈന് മാനുഫാക്ചറിങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏത് സൈഡിലാണ് ഉള്ളത്, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് ഡിസ്കിന് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീൽ ബ്രേക്ക് ഡിസ്കിൽ തന്നെ റൈറ്റിലാണെങ്കിൽ റൈറ്റ് എന്ന് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരും തന്നെ പിടിപ്പിക്കുന്ന സമയത്ത് അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ റിയർ വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ റിയർ വീൽ ഡ്രൈവിൻ്റെ സൈഡിൽ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ആക്റ്റീവ് സ്റ്റിയറിങ്ങിൻ്റെ ഒരു മോട്ടർ ലെഫ്റ്റിലും റൈറ്റിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഡൈനാമിക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കൊടുത്തിട്ടുള്ള ഒരു മോട്ടറും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ വണ്ടിപ്പണിക്കാരൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.